നമസ്തേ. പ്ലസ് ടുവിന് ശേഷം ഓരോ കുട്ടികൾക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന വിവിധ എൻട്രൻസുകളെ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡുകൾ നിങ്ങൾ ബ്രില്യൻ യൂട്യൂബ് ചാനൽ വഴി കണ്ടു കാണും. കഴിഞ്ഞ ആഴ്ച നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാം മെഡിക്കൽ പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതേണ്ട പ്രവേശന പരീക്ഷയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇന്ന് എൻജിനീയറിംഗ് മേഖലയിലോട്ടൊരു നോട്ടം. ജെഇ മെയിൻ എക്സാമിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജെഇ മെയിനും ജെഇ അഡ്വാൻസ്ഡും പ്ലസ് ടുവിന് ശേഷം എൻജിനീയറിംഗ് മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും സുപരിചിതമായ വാക്കാണ്. എന്താണ് ജോയിൻ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ഈ ഒരു മേഖല എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇന്ത്യയിലുള്ള NITകൾ, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, ട്രിച്ചി, സൂറത്കൽ, വാറങ്കൽ, കാലിക്കറ്റ് തുടങ്ങിയ 31 NITകളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ IIITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, നാഗ്പൂർ, പൂനെ, റാഞ്ചി, ലക്നൗ, നമ്മുടെ കോട്ടയത്ത്, അങ്ങനെ 26 IIITകളും ഇന്ന് ഇന്ത്യയിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇങ്ങനെയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ ബിടെക്, BArch, ബി പ്ലാനിംഗ് ഈ തുടങ്ങിയ പ്രോഗ്രാമുകളിലോട്ടുള്ള പ്രവേശനം ലഭിക്കുവാൻ ജെഇ മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്കാണ് പരിഗണിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT മദ്രാസ്, മുംബൈ, അതുപോലെ ഡൽഹി പോലെയൊക്കെയുള്ള IITകളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണല്ലേ IITകൾ. ഈ IITകളിലെ പ്രവേശനം നേടണമെങ്കിൽ ജെഇ മെയിൻ നമ്മൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ജെഇ അഡ്വാൻസ്ഡിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് IITകളിൽ പ്രവേശനം ലഭിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ജെഇ മെയിൻ പേപ്പർ 1ന് ക്വാളിഫൈ ചെയ്യുന്ന 2.5 ലക്ഷം പേർക്ക് മാത്രമേ ജെഇ അഡ്വാൻസ്ഡ് IIT പ്രവേശനത്തിനുള്ള എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. അതായത് എൻജിനീയറിംഗ് ബിരുദം സ്വപ്നം കാണുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ ഏത് എന്ന് ചോദിച്ചാൽ ജെഇ മെയിൻ എന്നാണ് അർത്ഥം. കാരണം എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട്ടുള്ള ആദ്യ കടമ്പയാണ് ജെഇ മെയിൻ. നമുക്കിന്ന് ജെഇ മെയിനെ പരിചയപ്പെടാം, മറ്റൊരവസരത്തിൽ ജെഇ അഡ്വാൻസ്ഡിനെയും. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ജെഇ മെയിൻ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടത്തും. അതായത് ഓരോ കുട്ടികൾക്കും 2 ചാൻസ് ലഭിക്കും എന്നർത്ഥം. ജനുവരിയിലും ഏപ്രിൽ മാസത്തിലുമായിരിക്കും ജെഇ മെയിൻ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാർക്ക് കുറഞ്ഞു പോയാലും തൻ്റെ സ്കോർ വേണമെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് 2 പരീക്ഷകൾ. ഇനി ഏതെങ്കിലും ഒരു പരീക്ഷ മാത്രം എഴുതിയാലും റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും ചെയ്യും. ആദ്യമായി ദേശീയ തലത്തിൽ ഒരു പ്രവേശന പരീക്ഷ നമ്മൾ എഴുതുമ്പോൾ ധാരാളം തെറ്റിദ്ധാരണകൾ ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ആ പൂർണ്ണ ശ്രദ്ധയോടുകൂടി എഴുതാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു സാധ്യതയും കൂടെ, മറ്റൊരു ചാൻസും കൂടെ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നമുക്ക് നൽകുന്നത്. ജെഇ മെയിൻ രണ്ടാമതൊരു ചാൻസും കൂടെ നമുക്ക് തരുന്നത്. അങ്ങനെ കൂടുതൽ ശ്രദ്ധയോടെ പരീക്ഷ എഴുതുവാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ 2 അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടും. ഇന്ത്യയിലും വിദേശത്തുമായി നടത്തുന്ന ഈ ഓൺലൈൻ എക്സാമിന് എല്ലാ പ്രധാനപ്പെട്ട ജില്ലകളിലും എക്സാം സെൻറ്ററുകൾ ഉണ്ടാവും. ഓൺലൈൻ എക്സാം ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ഡിവൈസ് ഉപയോഗിച്ച് എഴുതുകയല്ല, ഒരു എക്സാം സെൻറ്ററിൽ ചെന്ന് നമ്മൾ പരീക്ഷ എഴുതുന്നതാണ് രീതി. ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്ന അഡ്മിറ്റ് കാർഡുമായിട്ട് നമ്മൾ എക്സാം സെൻറ്ററുകളിൽ നേരിട്ട് ചെന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഴുതേണ്ട എക്സാമാണ് ജെഇ മെയിൻ. ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതും, അതായത് ഈ പ്രവേശന പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമെല്ലാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ്. 3 പേപ്പറുകളാണ് കുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പേപ്പർ 1, പേപ്പർ 2A, പേപ്പർ 2B എന്നിവയാണ് പ്രധാന പേപ്പറുകളായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ NITകളിലെയും IIITകളിലെയും ബിടെക് പ്രവേശനത്തിനും ജെഇ അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്യുന്നതിനും
എല്ലാവരും നിർബന്ധമായിട്ട് എഴുതേണ്ടത് ഏതാണ്? പേപ്പർ 1. എൻ ഐ ടികളിലെയും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോളേജുകളിലെയും ബി ആർക്ക്, ബി പ്ലാനിംഗ് പഠനത്തിനാണ് പേപ്പർ 2A അല്ലെങ്കിൽ 2B എന്നിവ എഴുതേണ്ടത്. ഓരോ ആപ്ലിക്കേഷനിലും നമുക്കിതിൽ ഏതൊക്കെ പേപ്പറാണ് എഴുതേണ്ടതെന്നുള്ളത് കാണിക്കാം. ഈ ജനുവരിയിലും ഏപ്രിലും ഏത് വേണമെങ്കിലും ഈ പേപ്പറുകൾ നമുക്ക് എഴുതുകയും ചെയ്യാം. ജെഇ മെയിൻ പേപ്പർ 1 എന്ന് പറയുന്ന ആ എൻട്രൻസ് എക്സാമിന് അപേക്ഷിക്കുവാനും പരീക്ഷ എഴുതുവാനും പ്രവേശനം നേടുവാനുമുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കണ്ടേ? ആദ്യം നമുക്ക് അക്കാഡമിക് ക്രൈറ്റീരിയ നോക്കാം. പ്ലസ് ടുവിന് ഫിസിക്സ്, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. കെമിസ്ട്രിയോ ബയോളജിയോ ബയോടെക്നോളജിയോ ഇവയിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവണം. ഇവയുൾപ്പെടെ മൊത്തത്തിൽ 75% മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായവർക്ക് മാത്രമേ ജെഇ മെയിനും ജെഇ അഡ്വാൻസ്ഡിനുമൊക്കെ പരീക്ഷ എഴുതാനുള്ള യോഗ്യത ലഭിക്കൂ. എത്ര പ്രാവശ്യം നമുക്ക് ജെഇ മെയിൻ എഴുതാമെന്ന് നോക്കാം. നമ്പർ ഓഫ് അറ്റംപ്റ്റ്. ഉയർന്ന പ്രായപരിധി ഇല്ല, ഏത് പ്രായക്കാർക്കെന്നുള്ളതില്ല. പക്ഷേ പ്ലസ് ടു പഠിക്കുന്ന വർഷവും അതിനുശേഷമുള്ള തൊട്ട് 2 വർഷം മാത്രമേ ഈ പ്രവേശന പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയില്ല എന്ന് വിചാരിച്ച് കൂടുതൽ വർഷങ്ങൾ അനുവദിക്കുകയുമില്ല. പ്ലസ് ടു പഠിക്കുമ്പോഴും തൊട്ടടുത്ത 2 വർഷങ്ങളും 3 സാധ്യതകളെ ജെഇ മെയിനുള്ളൂ. ജെഇ അഡ്വാൻസ്ഡിനാണെങ്കിലോ 2 ചാൻസേ ഉള്ളൂ. പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൊട്ടടുത്ത വർഷവും. ജെഇ മെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ 2024 ജെഇ മെയിൻ എഴുതുന്നവർ പ്ലസ് ടു 2022 23 24 ഈ വർഷങ്ങളിൽ പാസ്സായവർക്ക് മാത്രമേ ജെഇ മെയിൻ എഴുതാനും അപേക്ഷിക്കുവാനും പ്രവേശനം നേടുവാനും ഒക്കെയുള്ള അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. എൻ ഐ ടികളിൽ 2 തരത്തിലുള്ള പ്രവേശന രീതികളുണ്ട്. ഹോം സ്റ്റേറ്റ് കോട്ടയും ഓൾ ഇന്ത്യ കോട്ടയും. നമ്മൾ പ്ലസ് ടു ഏത് സംസ്ഥാനത്താണ് പഠിച്ചത് എന്നനുസരിച്ച് ഓരോ എൻ ഐ ടികളിലും 50% ഹോം സ്റ്റേറ്റ് കോട്ടയുണ്ടായിരിക്കും. ആ സംസ്ഥാനത്തിന് പുറത്ത് ബാക്കിയുള്ള എല്ലാ എൻ ഐ ടികളിലും 50% ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ട പ്രവേശനമായിരിക്കും. അപ്പോൾ കേരളത്തിൽ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ 50% ഹോം സ്റ്റേറ്റ് കോട്ട വഴിയും ബാക്കിയുള്ള എല്ലാ എൻ ഐ ടികളിലും 50% ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം എന്ന് സാരം. ഇനി പ്ലസ് ടു വിദേശത്താണ് പഠിച്ചതെങ്കിലോ പെർമനൻ്റ് അഡ്രസ്സ് ഏത് സംസ്ഥാനത്താണോ അവിടെയുള്ള എൻ ഐ ടിയിലായിരിക്കും 50% ഹോം സ്റ്റേറ്റ് കോട്ടയ്ക്ക് അർഹത ഉണ്ടായിരിക്കുക. ഹോം സ്റ്റേറ്റിലല്ലാതെ ബാക്കി എല്ലാ എൻ ഐ ടികളിലും ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചായിരിക്കും പ്രവേശനം ലഭിക്കുന്നത്. എന്നാൽ ട്രിപ്പിൾ ഐ ടികളിലോ ഐ ടികളിലോ ഇങ്ങനെ ഹോം സ്റ്റേറ്റ് കോട്ട പ്രവേശനമില്ല. അവിടെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചുള്ള പ്രവേശന രീതി എല്ലാവർക്കുമായിട്ട് ലഭിക്കുന്നത് മാത്രമേ ഉള്ളൂ താനും. ഇനി ജെഇ മെയിന് പേപ്പർ 1 ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്ന് കൂടി നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ തുല്യ പ്രാധാന്യമുള്ള MCQ ടൈപ്പ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്ലസ് 1ൻ്റെയും പ്ലസ് 2ൻ്റെയും NCERT സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി 2 വർഷത്തെയും പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 വർഷത്തെയും ചാപ്റ്ററുകൾ വരും. ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള NCERTയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് സെക്ഷൻ എയിൽ MCQ ടൈപ്പും സെക്ഷൻ ബിയിൽ ന്യൂമറിക്കൽ ടൈപ്പുമായിരിക്കും. ഉത്തരങ്ങൾ ഏതെങ്കിലും 1 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ന്യൂമറിക്കൽ വാല്യൂ ഏതാണോ കിട്ടുന്നത് അത് നമ്മുടെ കീബോർഡ് അനുസരിച്ച് ഉത്തരം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി പേപ്പർ 2A BRക്കിനാണെങ്കിലോ മാത്തമാറ്റിക്സിൽ നിന്നുള്ള MCQ ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് രണ്ടും MCQ ഓൺലൈനായിട്ട് ചെയ്യാം. ഡ്രോയിങ്ങിനുള്ള കഴിവ് പരിശോധിക്കാനായിട്ട് ഓഫ്ലൈനായിട്ട് A4 പേപ്പറിൽ നമ്മൾ ഡ്രോയിങ് ചെയ്ത് ഉള്ള ടെസ്റ്റും ഉണ്ടാവും. ഇനി ഒരു പേപ്പർ കൂടി ഉണ്ട് ജെഇ മെയിന്, പേപ്പർ 2B പ്ലാനിങ്. അതിന് ഓൺലൈൻ പരീക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്തമാറ്റിക്സും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവയ്ക്ക് പുറമേ പ്ലാനിങ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും.
ഒരു കുട്ടിക്ക് നമ്മളുടെ താല്പര്യം പ്ലസ് ടുവിന് ശേഷം ഏത് കോളേജിൽ ഏത് കോഴ്സിന് ചേരണം എന്നുള്ള താല്പര്യത്തിനനുസരിച്ച് ഇതിൽ ഏതൊക്കെ പേപ്പർ വേണമെങ്കിലും പേപ്പർ 1, 2A, 2B ഏത് വേണമെങ്കിലും ജനുവരിയിലും ഏപ്രിലിലും എഴുതാം. എന്നിരുന്നാലും പേപ്പർ 1 ആണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് മനസ്സിലാക്കുക. NIT, IIIT, BTech പ്രവേശനവും അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്യുന്നതിനും പേപ്പർ 1 ആണ് നിങ്ങൾ നിർബന്ധമായും എഴുതേണ്ടത്. അതുപോലെ തന്നെ IITകളിലെ ആർക്കിടെക്ചർ പഠനത്തിനും പേപ്പർ 1 ക്വാളിഫൈ ചെയ്ത് JEE അഡ്വാൻസ്ഡ് എഴുതിയാൽ മാത്രമേ IITകളിലെ ആർക്കിടെക്ചർ പഠനവും സാധ്യമാവുകയുള്ളൂ. JEE മെയിൻ നമുക്കറിയാം, പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്ന് പറയുന്നത് എപ്പോഴും ഇംഗ്ലീഷ് തന്നെയാണ്. ഇത് കൂടാതെ മറ്റ് 12 പ്രാദേശിക ഭാഷകളിലും വേണമെങ്കിൽ JEE മെയിൻ എക്സാം നമുക്ക് അനുവദിക്കുകയും ചെയ്യും. പേപ്പർ 1നുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയുടെ ചോദ്യങ്ങളിൽ 2 പാർട്ടുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പാർട്ട് എയിൽ 20 MCQ ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പാർട്ട് ബിയിൽ 10 ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടാവും. ഈ പാർട്ട് ബിയിലുള്ള ന്യൂമറിക്കൽ 10 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉത്തരം എഴുതിയാൽ മതിയാകും. അങ്ങനെ ആകെ ഒരു ഫിസിക്സിന് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന് 25 ശരി ഉത്തരങ്ങളിൽ നമുക്ക് ഉണ്ടാവും. 4 മാർക്ക് വെച്ച് ഓരോ സബ്ജക്റ്റിനും 100 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അങ്ങനെ മൊത്തം 300 മാർക്കിലായിരിക്കും JEE മെയിൻ എക്സാം പേപ്പർ 1 നടക്കുന്നത്. സമയം 180 മിനിറ്റ്. 2 പാർട്ടിലെയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തെറ്റിപ്പോയാൽ നെഗറ്റീവും ഉണ്ടായിരിക്കും. പാർട്ട് എയ്ക്കും പാർട്ട് ബിക്കും തെറ്റിപ്പോയാൽ -1 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. JEE മെയിൻ ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് അപേക്ഷിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരൊറ്റ ദിവസം ഒരൊറ്റ പരീക്ഷയായിട്ടല്ല നടത്തുന്നത്. ഓരോ സെഷനും പല ദിവസങ്ങളിലായിട്ട്, ഒരു ദിവസം തന്നെ പല ടൈം സ്ലോട്ടുകളായിട്ട്, രാവിലെയും ഉച്ച കഴിഞ്ഞും ഒക്കെ ആയിട്ട് പല ഷെഡ്യൂളുകളിലായിട്ടാണ് JEE മെയിൻ എക്സാം നടക്കുന്നത്. ഓരോ കുട്ടിക്കും അനുവദിക്കുന്ന ദിവസവും, രാവിലത്തെ ഷിഫ്റ്റ്, ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റ്, ഇതിൽ ഏതാണ് എന്നുള്ളത് നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. 2023 ജനുവരിയിലും ഏപ്രിലുമായിട്ട് 24 പരീക്ഷകളാണ് JEE മെയിൻ നടന്നത്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളുമുണ്ട്. കാരണം ഓരോ പരീക്ഷയും ഓരോ ഡിഫിക്കൽട്ടി ലെവലായിരിക്കുമല്ലോ. അത് കണ്ടുപിടിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ NTA ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഓരോ പരീക്ഷയുടെയും ടഫ്നെസ്, എഴുതിയവരുടെ എണ്ണം, ഏറ്റവും കൂടുതൽ ലഭിച്ച മാർക്ക്, കുറഞ്ഞ മാർക്ക്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പരിഗണിച്ച് തയ്യാറാക്കുന്ന പേഴ്സൻറ്റൈൽ സ്കോർ ഉപയോഗിച്ചാണ് ഏപ്രിൽ അവസാനത്തെ ആഴ്ച JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധപ്പെടുത്തുന്നത്. 2 പരീക്ഷയുടെയും ജനുവരിയിലെയും ഏപ്രിലിലെയും ഉയർന്ന പേഴ്സൻറ്റൈൽ സ്കോർ ആയിരിക്കും പരിഗണിക്കുന്നത്. ഈ 2 പരീക്ഷകൾക്കും ജനുവരിയിലും ഏപ്രിലും നടക്കുന്ന JEE മെയിനിന് പ്രത്യേകം ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കണം. ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ 2 എക്സാമും എഴുതാനാവുകയില്ല. അതായത് 2024 ജനുവരി 25 മുതൽ തുടങ്ങുന്ന ഓൺലൈൻ എക്സാമിൻ്റെ ആദ്യത്തെ സെഷൻ എഴുതണമെങ്കിൽ നവംബർ ഡിസംബറിലായിട്ട് ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം 2024 ഏപ്രിൽ നടക്കുന്ന സെഷന് അപേക്ഷിക്കണമെങ്കിൽ വീണ്ടും ഫെബ്രുവരി മാർച്ചിൽ വീണ്ടും അതേ ആപ്ലിക്കേഷൻ നമ്പറിൽ കയറിയിട്ട് ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യണമെന്നർത്ഥം. 2 ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന റിസർവേഷനുകൾ, OBC നോൺ ക്രിമി ലെയർ 27% സംവരണം, സെൻട്രൽ EWS 10% സംവരണം, അതുപോലെ SC, ST, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി PWD തുടങ്ങിയ എല്ലാ റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് NITകളുടെയും IIITകളുടെയും ഒക്കെ പ്രവേശനം. അപ്പോൾ ഈ റിസർവേഷനുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കാറ്റഗറി ആണ് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ട സർട്ടിഫിക്കറ്റുകളോടൊപ്പമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ സമർപ്പിച്ചില്ലെങ്കിൽ പോലും 2024 ഏപ്രിൽ 1 ശേഷമുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും ഓൺലൈൻ അലോട്ട്മെൻറ്റ് സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ റിസർവേഷൻ ഉണ്ട് എന്ന് ഉള്ള സത്യവാങ്മൂലം സമർപ്പിച്ചാലും അപേക്ഷകൾ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ജനുവരിയിലുള്ള ആദ്യ സെഷൻ ഓൺലൈൻ അപേക്ഷകൾ ഉടൻ തന്നെ jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ ആരംഭിക്കും. ജനുവരിയിലെ ആദ്യ സെഷൻ എഴുതുവാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ അപേക്ഷിക്കണമെന്നില്ല. ഇപ്പോൾ അപേക്ഷിച്ചാൽ മാത്രമേ രണ്ടാമത്തെ ഏപ്രിലുള്ള പരീക്ഷ എഴുതാവൂ എന്നില്ല. ഫെബ്രുവരിയിൽ രണ്ടാമത്തെ സെഷന് മാത്രമായിട്ട് പ്രത്യേക അപേക്ഷകൾ കൊടുക്കാം. ഇനി 2 പരീക്ഷയും എഴുതണം എന്നുള്ളവർക്കോ ഇപ്പോഴും അപേക്ഷിക്കണം. അതിനുശേഷം ഫെബ്രുവരിയിൽ ഇതേ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഒരിക്കൽ കൂടി എക്സാം സെൻറ്റർ സെലക്ട് ചെയ്ത് എക്സാം ഫീസ് അടച്ച് അപേക്ഷകൾ കൊടുക്കുകയും ചെയ്യണം. ഈ 2 എക്സാമും എഴുതുന്നവർക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് സ്കോർ ലഭിച്ചത് ഏത് എക്സാമിനാണോ ആ പേഴ്സൻറ്റേജ് സ്കോർ മാത്രമേ റാങ്കിന് പരിഗണിക്കുകയുള്ളൂ. എക്സാം സെൻറ്ററുകളെക്കുറിച്ച് 2 വാക്ക്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുക്കുന്ന നമ്മൾ 2 അഡ്രസ്സുകൾ കൊടുക്കും. ഒന്ന് പെർമനൻ്റ് അഡ്രസ്സും ഒന്ന് പ്രസൻറ്റ് അഡ്രസ്സും. മിക്കവർക്കും രണ്ടും ഒരഡ്രസ്സ് തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിനനുസരിച്ചുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ പരീക്ഷാ സെൻറ്റർ അനുവദിക്കുകയുള്ളൂ. അതിനുള്ള അഡ്രസ് പ്രൂഫും അപേക്ഷാ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായി വരികയും ചെയ്യും. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഓൺലൈൻ പരീക്ഷാ സെൻറ്ററുകൾ ധാരാളം ഉണ്ട് താനും. ജെഇ മെയിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിക്കുന്നത്, പരീക്ഷ നടത്തുന്നത്, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നിവയെല്ലാം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നിർവഹിച്ചു പോരുന്നത്. ഏപ്രിൽ 3-ാമത്തെ ആഴ്ചയായിരിക്കും, അതായത് ജനുവരിയിലെയും ഏപ്രിലെയും പരീക്ഷ രണ്ടും കഴിഞ്ഞിട്ട് ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് ഏപ്രിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ആഴ്ചയാണ് ജെഇ മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് NTA പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജെഇ അഡ്വാൻസ്ഡിന് ആരൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അതിലൂടെ അറിയാൻ സാധിക്കും. അവർ വീണ്ടും IIT പ്രവേശന പരീക്ഷയായിട്ടുള്ള ജെഇ അഡ്വാൻസ്ഡിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം. ജെഇ അഡ്വാൻസ്ഡിൻ്റെ വെബ്സൈറ്റ് വഴി വീണ്ടും മറ്റൊരു അപേക്ഷകൾ കൂടി IIT പരീക്ഷയ്ക്കായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ജെഇ അഡ്വാൻസ്ഡിൻ്റെ എക്സാം ജൂൺ മാസം ആദ്യം നടക്കുകയും 3-ാമത്തെ ആഴ്ചയോടുകൂടി ജെഇ അഡ്വാൻസ്ഡിൻ്റെയും കൂടി ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധപ്പെടുത്തിയതിന് ശേഷം മാത്രമേ NITകളിലോട്ടും IIITകളിലോട്ടും IITകളിലോട്ടും ഒക്കെയുള്ള പ്രവേശന നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഏപ്രിൽ 3-ാമത്തെ ആഴ്ച ജെഇ മെയിൻ്റെ റാങ്ക് വന്നാൽ പോലും ജൂലൈ മാസത്തിൽ മാത്രമേ പ്രവേശന നടപടികൾ ആരംഭിക്കുകയുള്ളൂ എന്നുള്ളത് സാരം. ഈ NITകളിലോട്ടും IIITകളിലോട്ടും IITയിലോട്ടും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എല്ലാം പല റാങ്ക് ലിസ്റ്റ് വെച്ച് നമുക്ക് ഒരുപോലെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ്റെ വെബ്സൈറ്റ് josa.nic.in എന്ന വെബ്സൈറ്റ് വഴി നമ്മളുടെ NITകളിലെ BTech, BArc, ബി പ്ലാനിങ്, IITകളിലെ BTech പ്രോഗ്രാം, IITകളിലെ BArc പ്രോഗ്രാം, IIITകളിലെ BTech പ്രോഗ്രാം, അതുപോലെ തന്നെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ, ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ വെബ്സൈറ്റ് വഴി നമുക്ക് ഏതൊക്കെ റാങ്കുകളാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ഓപ്ഷനുകളുടെ ക്രമം അനുസരിച്ച് പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് IITകളിലും NITകളിലും IIITകളിലും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ സീറ്റ് അലോട്ട്മെൻറ്റുകൾ ലഭിക്കുന്നത്. ജോസയിൽ 6 ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷവും സീറ്റുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ NITക്കും IIITക്കും വേണ്ടിയിട്ട് വീണ്ടും CSAB വഴി സ്പോട്ട് അലോട്ട്മെൻറ്റ് 2 ഓൺലൈൻ അലോട്ട്മെൻറ്റുകളായിട്ട് നടത്തുകയും ചെയ്യും. ഇതേ സമയം തന്നെ വിദേശ രാജ്യങ്ങളിൽ +1 +2 പഠിച്ച വിദ്യാർത്ഥികൾക്ക് ദാസ സ്കീം വഴി NITകളിലെ BTech പ്രോഗ്രാമിന് പ്രവേശനം സാധിക്കും. അതിനും ജെഇ മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്കാണ് നിദാനമാകുന്നത്. ദാസ വെബ്സൈറ്റിൽ ഏപ്രിൽ മാസത്തോടുകൂടി തന്നെ അലോക്കേഷൻ ആരംഭിക്കും. ഇതിന് രണ്ടിനും അർഹതയുള്ളവർക്ക് ദാസ സ്കീമിലും ജോസ വഴിയും ഒരുമിച്ച് ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിയാലോ, 31 NITകളിലായിട്ട് 24,000-ഓളം സീറ്റുകളുണ്ട്. 26 IIITകളിലായിട്ട് 7,000-ഓളം സീറ്റുകളുണ്ട്.
മറ്റ് സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി GFT വഴി ഏതാണ്ട് 8000-ഓളം സീറ്റുകൾ. ഇതിനെല്ലാം അടിസ്ഥാനം JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്കും റിസർവേഷനുമാണ്. ഇനി IITകളിലെ 23 IITകളിലെ 17,000-ഓളം സീറ്റുകൾക്ക് JEE അഡ്വാൻസ്ഡ് റാങ്കാണ് അടിസ്ഥാനമെങ്കിലും JEE മെയിൻ ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് +2-ന് ശേഷം ലക്ഷ്യം വെക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ലഭിക്കുന്നത്. ജനുവരിയിലെയോ ഏപ്രിലോ നടക്കുന്ന എക്സാമുകളിൽ 95% സ്കോറിന് മുകളിൽ നേടാൻ സാധിച്ചാൽ അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുമൊക്കെ ഏറ്റവും ഉന്നതിയിൽ എത്തുന്നതിന് ഈ റാങ്കുകൾ സഹായിക്കും. JEE മെയിൻ ഓരോ വർഷവും ഏതാണ്ട് 12 ലക്ഷത്തോളം കുട്ടികളാണ് വർഷങ്ങളായിട്ടുള്ള കഠിനാധ്വാനവും നന്നായി പഠിച്ച് പരിശീലിച്ച് പരീക്ഷ എഴുതുന്ന ഒരു നല്ല സ്റ്റാൻഡേർഡ് എക്സാമാണ് JEE മെയിൻ. 90% സ്കോറിന് മുകളിൽ ലഭിച്ചാൽ മാത്രമേ, ഇനി അത് റിസർവേഷൻ വിഭാഗമാണെങ്കിൽ 75% അങ്ങനെ ലഭിച്ചെങ്കിൽ മാത്രമേ JEE അഡ്വാൻസ്ഡിന് അപേക്ഷ സമർപ്പിക്കാൻ പോലുമുള്ള അർഹത ലഭിക്കൂ എന്നുള്ളത് മനസ്സിലാകുമ്പോൾ കേവലം 1-2 വർഷത്തെ പഠനത്തിനൊക്കെ അപ്പുറം 6-7 ക്ലാസ്സുകൾ മുതൽ തന്നെ സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമായ എൻട്രൻസ് എക്സാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. +2-നോടൊപ്പവും തൊട്ടടുത്ത 2 വർഷം മാത്രം എഴുതാൻ കഴിയുന്ന JEE മെയിൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. ദേശീയ തലത്തിൽ പ്രവേശനം നേടുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ ചെറിയ ക്ലാസ്സുകളിലെ പഠനത്തിന് മലയാളികൾ ഇനിയും കൂടുതൽ പ്രാധാന്യം നൽകിയേ തീരൂ എന്നും വ്യക്തമാകും. JEE അഡ്വാൻസ്ഡുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.